ഉപയോഗിച്ച അർജുന്റെ ലോറിയിൽ നിന്ന് വീണ്ടും അസ്ഥി കണ്ടെത്തി. ലോറി വലിച്ചു കയറ്റുന്നതിനിടെ അസ്ഥി താഴെ വീഴുകയായിരുന്നു. സരീഷ് പി കെയുണ്ട് വിശദാംശങ്ങളുമായി. സരീഷ്, വിവരങ്ങൾ. ലോറി പൂർണ്ണമായി കരയിലേക്ക് ഈ ശ്രമത്തിനിടയിലാണ് ക്യാബിന്റെ ഭാഗത്തു നിന്നും ഒരു അസ്ഥി താഴേക്ക് വീണത്. ഇത് അർജുന്റേതാണ് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. അത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ക്യാബിൻ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ക്യാബിന്റെ അകത്തേക്ക് കയറിയുള്ള പരിശോധന നടത്തുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നായി കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത ശേഷമാണ് അകത്ത് പരിശോധന നടത്തിയത്. അതിൽ നിന്നും അർജുന്റെ ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാഗ്, വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഈ വാഹനത്തിന്റെ ക്യാബിനിൽ നിന്നും അർജുൻ തന്റെ കുട്ടിക്കായി വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുണ്ട്. ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് വേണം പറയാൻ. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇന്നലെ ഒരു സംശയം ബാക്കിയായിരുന്നത് ശരീരഭാഗം മുഴുവനായി ലഭിച്ചിട്ടില്ല. കാരണം അത്ര ദിവസം പഴക്കമുണ്ട്, 72 ദിവസത്തെ പഴക്കമുണ്ട് ആ ശരീരത്തിന്. അതുകൊണ്ട് തന്നെ ഈ മണ്ണോടും ചളിയോടും ഒപ്പം ചേർന്നതുകൊണ്ട് പല ഭാഗങ്ങളും ഈ വേർപെട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഈ ശരീരഭാഗങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നൊരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കരയ്ക്ക് എത്തിച്ച ശേഷം പൂർണ്ണമായി ക്യാബിൻ തുറന്നുകൊണ്ടുള്ള പരിശോധന വേണം എന്ന് ഇന്നലെ MLA ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിലേക്ക് പൂർണ്ണമായി വാഹനം എത്തിച്ച ശേഷം ഇന്നലെ ഈ വാഹനം എത്തിക്കാനുള്ള പ്രയത്നം ഇന്നലെ രാത്രി ഏറെ വൈകിയും നടന്നിരുന്നു. പക്ഷേ 2 തവണ ക്രെയിനിന്റെ വടം പൊട്ടി തിരിച്ച് ഈ വാഹനം പുഴയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കൃത്യമായി രാവിലെ പുതിയൊരു ക്രെയിൻ കൊണ്ടുവരുന്നു. ഇന്നലെ കൊണ്ടുവന്നതിനേക്കാൾ വലിപ്പമുള്ള ക്രെയിനാണ് കൊണ്ടുവന്നത്. ആ ക്രെയിൻ ഉപയോഗിച്ച്, ഒപ്പം തന്നെ ഡ്രഡ്ജറിലെ ക്രെയിൻ കൂടി ഉപയോഗിച്ച് ഇതിനെ ലോറിയെ ബന്ധിപ്പിക്കുന്നു. അതിനുശേഷം കരയിലേക്ക് എത്തിക്കുന്നു. ഏതാണ്ട് കരഭാഗത്തേക്ക് എത്തിച്ച ശേഷം ടെക്നിക്കൽ ഉദ്യോഗസ്ഥർ, അതായത് ഇവിടെ നേവിയുടെയും ഒപ്പം തന്നെ ഡ്രഡ്ജർ കമ്പനിയുടെയും ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്. അവർ ഈ വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള നീക്കം ചെയ്യുന്നു. അതിനുശേഷം ടയറിൽ തന്നെ വലിച്ച് തലയ്ക്ക് കയറ്റുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ക്യാബിൻ പൊളിച്ചു നീക്കിയുള്ള, കാരണം ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപ്പോൾ അതിനകത്തേക്ക് ആള് പ്രവേശിക്കുക എന്നുള്ളത് വളരെ ദുർഘടമായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തു നിന്നും കട്ടർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി വികസിപ്പിച്ച ശേഷമാണ് പരിശോധന നടത്തിയത്. ആ വാഹനം കരയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ക്യാബിൻ ഭാഗത്തു നിന്നും ഒരു അസ്ഥി കൂടി നിലത്തേക്ക് വീണത്. ആശുപത്രിയിലേക്ക് മാറ്റി വീണ്ടും പരിശോധന നടത്തി. ആദ്യം ഈ ക്യാബിന്റെ ഡാഷ്ബോർഡ് ഭാഗത്തു നിന്നാണ് ഈ രേഖകൾ ഉൾപ്പെടെ, ബാഗ് ഉൾപ്പെടെ കണ്ടെത്തിയത്. അതിനുശേഷം വസ്ത്രങ്ങൾ കണ്ടെത്തിയത് ഈ ക്യാബിന്റെ പിൻഭാഗത്ത്, അതായത് ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ വിശ്രമിക്കാൻ അവിടെ ഒരു ബെർത്ത് പോലെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗത്തു നിന്നാണ് വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ മറ്റൊരു ബാഗ് കൂടി കണ്ടെത്തിയത്. ആ ബാഗിനുള്ളിലാണ് അദ്ദേഹം സ്വന്തം കുട്ടിക്കായി വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ശരി, സരീഷ് പി കെയാണ് വിശദാംശങ്ങൾ നൽകിയത്.